ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ റീൽ തന്നെ. എൻ്റെ പഴയ റീലാണായിരുന്നു. ഇത് നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെ മാക്സ് സ്റ്റീൽ എന്ന് പറഞ്ഞ സാധനമാണ്. ഇതിപ്പോൾ ഞാനല്ല ഉപയോഗിക്കുന്നത്, എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഉപയോഗിക്കുന്നത്. അപ്പം അവൻ ഇന്ന് പോയിട്ട് നൂല് മൊത്തം കുരുക്കിക്കൊണ്ടാണ് വന്നേക്കുന്നത്. നൂല് മാറാൻ പോയതാണ്. ഞാൻ പറഞ്ഞു മാറണ്ട, നമുക്കിത് അയച്ചെടുക്കാം, നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം അയക്കാൻ പറ്റുമോ പറ്റുമോ. ഇവിടെ തൊട്ട് അയക്കണം. ക്ഷമ വേണം കേട്ടോ. നമുക്കൊരു പരിപാടി നടക്കത്തില്ല, നമുക്ക് കണ്ടിച്ച് ദൂരെ കളയുക എന്നുള്ളൂ. ഇവിടെ നിന്നാണ് അരിഞ്ഞ് കിട്ടാൻ പാടും. ഇവിടെ നിന്ന് അരിഞ്ഞ് കിട്ടുവാണെങ്കിൽ സെറ്റാണ്. പിന്നെ പഠിച്ചാൽ വീട്ടിൽ പോകും. ഒരു കണക്കിന് നമ്മൾ ഇതിനകത്ത് നിന്ന് എടുത്തത് കുറച്ച് ഈസി ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അയച്ചിരിക്കും, ഉറപ്പായിരിക്കും. എങ്ങനെയാലും അയച്ചിരിക്കും. കണ്ടിച്ചുകൊണ്ട് വന്നാൽ കുഴപ്പമില്ല, അയച്ചിരിക്കും. ഇതെങ്കിലും 1 മില്യൺ അടിച്ചാൽ ഭാഗ്യം. അയക്കാൻ തുടങ്ങിയിട്ട് 25 മിനിറ്റായി. എൻ്റെ പൊന്നോ, അരമണിക്കൂറാകും. മണിക്കൂറാകും. മിക്കവരും ഇത് കാണുമ്പോൾ എളുപ്പമെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ പാടാ, നല്ല പോണക്ക് സമയമെടുക്കും. ചില സമയങ്ങൾ നമുക്ക് ദേഷ്യം വന്ന് നമ്മൾ ഇട്ടിട്ട് പോകും. ആ ഒരു അവസ്ഥയാണ്. എങ്ങനെയാലും നോക്കണം. ക്ഷമ വേണം കേട്ടോ. നല്ല ക്ഷമയില്ലാതെ ഈ പരിപാടിക്ക് ഇറങ്ങി എല്ലാം കണ്ടിച്ച് ദൂരെ കളഞ്ഞിട്ട് വേറെ നൂല് കയറ്റുക എന്നുള്ളത് ക്ഷമയില്ലാത്തവർക്ക്. ഇത് നമ്മൾ പുതിയൊരു മെത്തേഡാണ് നോക്കുന്നത്. എന്താ മെത്തേഡാണ് നമ്മൾ ഈ കീഴത്തെ കൂടെ തന്നെ നൂലെടുത്തിട്ട് ഇവിടുന്ന് പൊക്കി വിടുക. പക്ഷേ അത് ഇതിനകത്ത് പാടാം. ഇത് നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ. അന്നേരം നമ്മൾ പുതിയൊരു ഐഡിയ നോക്കുക. അയച്ചെടുത്ത് സക്സസ് ആയ രക്ഷപ്പെട്ടു. സ്പൂൺ ഊരിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ തല ഭ്രാന്ത് പിടിക്കും. അതുപോലത്തെ ഇതായിരിക്കും. സിനിമ എല്ലാവരും സ്പൂൺ ഊരാതെ നോക്കുക. സ്പൂൺ ഊരിയാലും അയച്ചെടുക്കാം. പക്ഷേ എനിക്ക് അന്നേരം വൻ പാടാം. നമ്മൾ അയച്ചു വിടുന്നത് പിന്നെയും കയറി വരും. പെട്ട് ഇവിടെയും ഗ്രീൻ ഗൈസ്. പെട്ടു ഗൈസ്, നമ്മൾ പെട്ടു ഗൈസ്. ശരിയാക്കി ഗൈസ്. ഇത്ര നേരമായിട്ട് നമ്മൾ 10 മീറ്റർ പോലും അയച്ചു തീർന്നിട്ടില്ല. അരമണിക്കൂർ കഴിഞ്ഞ്, പക്ഷേ 10 മീറ്റർ പോലും അയച്ചു തീർന്നിട്ടില്ല. അതുപോലെ കുരുക്കുക. കഴിക്കാം, സമയമെടുക്കും. ന്യായമായിട്ട് സമയമെടുക്കും ഗൈസ്. ഞാൻ മടുത്തു ഗൈസ്. മടുത്ത് ഗൈസ്. നമ്മൾ അയച്ചു തന്നപ്പോൾ താഴെ നൂല് കുരുങ്ങി. അതിനി സെറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ കെട്ടയച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഗൈസ്, ഇതെന്നെ സംഭവം മനസ്സിലായി. സാധാരണ നമ്മൾ ഒന്നേ പറഞ്ഞായിരുന്നു ഇതിനകത്തൂടെ ഇടുന്നത്, അയച്ചെടുത്തോണ്ടിരുന്നത്. ഇതിനകത്ത് പൊക്കി വിട്ട് അയക്കുക. പക്ഷേ അത് എന്നുള്ള ഇതില്ല. ഇതിനകത്ത് പാടാം. എന്നാൽ നമ്മൾ സ്പൂൺ ഊരാതെ, അല്ല പിന്നെ സ്പൂൺ ഊരിയിട്ട് പൈ വലിച്ചിടണം. അത് ഭയങ്കര മെനക്കണം. ഞാൻ നന്നായിട്ട് കെട്ട് വീഴും. ഇത് നമ്മൾ പുതിയൊരു ഇത് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. 12 മീറ്ററോളം അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മീറ്ററോളം അയച്ചാൽ മതിയായിരിക്കും. ഇങ്ങനെയാണ് മീറ്റർ അയച്ചാൽ പിന്നെ അയഞ്ഞു സാധനം തീർന്നു, സെറ്റായി. നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കുന്നത് പറഞ്ഞാൽ കുരുങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ അയച്ച് താഴെ നൂല് താഴെ കിടന്ന് കുരുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കുന്നത്. കാണുമ്പോൾ എല്ലാവർക്കും തോന്നും എളുപ്പമാണെന്ന്. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും അയച്ച് നോക്കുന്നവർക്കറിയാം ഇതിൻ്റെ പാടെങ്ങനെയാണ്. ഗൈസ്, തീരാറായി സെറ്റ്. ഇപ്പോൾ ശരിയാവും. ഇതല്ലേ തീരാറായി ഗൈസ്, തീർന്നു. നമ്മളത് 20 മീറ്റർ ഉള്ളായിരുന്നു കുരുക്ക്. നമ്മളത് സെറ്റാക്കി. കണ്ടോ ഗൈസ്, സെറ്റ്. ഞാൻ കയറ്റിയിട്ട് ചുറ്റാം ഗൈസ്. പണി നേരത്തെ പിന്നെ കുരുക്കാവും. ഗൈസ്, പുതിയ രീതിയിൽ നമ്മൾ നൂലയച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുണ്ട്. നമ്മൾ ഈ നൂല് ഈ കിഴത്തേക്കകത്തൂടെ എടുക്കുക. കണ്ടോ, ഒരു പയ്യെ വലിച്ചിങ്ങെടുക്കാം. പയ്യെ വലിക്കണം. എല്ലാം നിലത്ത് കിടക്കാൻ നൂല് മൊത്തം കുരുങ്ങും. അത് കുരുങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ പയ്യെ വലിച്ചു ഒരു വീഴാതെ വലിച്ച് കയറ്റും. ഇത് നമുക്ക് ഇരട്ടി പണി. നമ്മുടെ നൂലയിച്ച് വാഴത്ത് സെറ്റാക്കി നിലത്ത് കിടക്കാൻ ഇതോ നൂല് മൊത്തം നിലത്ത് കിടക്കുന്നു. അത് നമ്മൾ ചുറ്റി സെറ്റാക്കി ഇടാം. 20 മീറ്റർ ആയിരുന്നു കുരുക്ക്. ഒരു കല്ലയച്ച് നമ്മൾ സെറ്റാക്കി നമ്മുടെ റീലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവനെ ഒന്ന് വിളിച്ച് നോക്കാം. എന്നെ വിളിച്ചിട്ട് പറയാം, എടാ പാടാ ശരിയാക്കാൻ പറ്റത്തില്ല, നൂലയച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് നമുക്ക് പറയാം. അതിൻ്റെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം.